ഹായ്, വെൽക്കം ബാക്ക് ടു മെഡ്കുക്ക് ട്രാവൽ. എൻ്റെ പേര് ഡോക്ടർ ബിപിൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വാക്സിനേഷനെ കുറിച്ചാണ്. എത്ര ടൈപ്പ് ഓഫ് വാക്സിൻ ഉണ്ട്, എങ്ങനെയാണ് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്, ആർക്കൊക്കെയാണ് വാക്സിൻ എടുക്കേണ്ടത്, പിന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമോ, ആരൊക്കെയാണ് എടുക്കേണ്ടാത്ത, ഇങ്ങനത്തെ കുറേ ചെറിയ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. മാർച്ച് 1 തൊട്ട് നമ്മുടെ രാജ്യത്ത് 60 വയസ്സിന് മേലെയുള്ള പൗരന്മാർക്ക് രണ്ടാം ഫേസിൽ വാക്സിനേഷൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. 45 തൊട്ട് 59 വരെ വയസ്സുള്ളവർക്കും വാക്സിനേഷൻ എടുക്കാവുന്നതാണ്. അതായത് നിങ്ങൾ ലോങ് ടേം ആയിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ മരുന്നെടുക്കുന്ന ആളാണ്, ഷുഗർ, പ്രഷർ, അതായത് നിങ്ങൾ എന്തെങ്കിലും കോമോർബിഡ് കണ്ടീഷൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കും എടുക്കാവുന്നതാണ്. ആരൊക്കെയാണ് എടുക്കേണ്ടത്? അതായത് മുലയൂട്ടുന്നവർ, പ്രഗ്നൻറ്റ് പേഷ്യൻസ്, അലർജിക് റിയാക്ഷൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ദയവായി വാക്സിനേഷൻ അവോയ്ഡ് ചെയ്യുക. അലർജിക്ക് എന്ന് പറയുമ്പോൾ ചെറിയ അലർജി അല്ല, അതായത് നിങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷമോ മരുന്നെടുത്തതിന് ശേഷമോ വളരെ സിവിയർ ആയിട്ടുള്ള അലർജി വന്ന് നിങ്ങളുടെ ശരീരം തടിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ BP ഫോൾ ആകുകയോ കൊളാപ്സ് ആകുകയോ ചെയ്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വാക്സിനേഷൻ ഇപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. പിന്നെ ഈ പറയുന്ന അസുഖങ്ങളുടെ ലിസ്റ്റ് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. അപ്പോൾ ഈ അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ ദയവായി നിങ്ങൾ എടുക്കുക തന്നെ വേണം. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം അസുഖങ്ങളുള്ളവരാണ്, അതായത് നിങ്ങൾ 45 തൊട്ട് 60 വയസ്സ് വരെ ഗ്രൂപ്പിനകത്ത് വരുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ എടുത്തേ പറ്റത്തുള്ളൂ. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻസിൻ്റെ അളവ്, അതായത് ഇമ്മ്യൂണിറ്റി പവർ വളരെ കുറവായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് രജിസ്റ്റർ ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് പോകാം. അതിന് മുന്നേ തന്നെ വാക്സിനേഷൻ എത്ര ടൈപ്സ് ഓഫ് വാക്സിൻ ഉണ്ടെന്നൊന്ന് ജസ്റ്റ് ജനറലായിട്ടൊരു കാര്യം കൂടെ പറയാം. അതായത് വാക്സിൻ തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് കോവാക്സിൻ ഉണ്ട്, കോവിഷീൽഡ് വാക്സിൻ ഉണ്ട്. അതായത് കോവാക്സിൻ എന്ന് പറയുന്നത് ഫേസ് 3 ട്രയൽ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അതാണ് അതിൻ്റെ സത്യം. അതായത് കോവിഷീൽഡ് ആണ് ഇപ്പം നിലവിലുള്ള ഫേസ് 3 ട്രയൽ കംപ്ലീറ്റ് ചെയ്ത ഓക്സ്ഫോർഡ് ആസ്ട്രാസെനേക്ക എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഇത് നിർമ്മിക്കുന്നത്. കുറച്ചുകൂടെ സേഫായിട്ടും എഫിക്കസി ഉള്ള ഒരു വാക്സിനാണ്. പിന്നെ ഞാൻ വ്യക്തിപരമായി വാക്സിനേഷൻ എടുത്ത ഒരു വ്യക്തിയാണ്. അതായത് ഫസ്റ്റ് ഫേസിൽ ഡോക്ടേഴ്സ്, ഹെൽത്ത് കെയർ വർക്കേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഏജ് ലിമിറ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് ആദ്യമായിട്ട് എടുത്തത്. അപ്പം ഞാൻ വ്യക്തിപരമായി വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്. എനിക്ക് കോവിഷീൽഡ് വാക്സിൻ എടുത്തതിന് ശേഷം ബോഡി പെയിനോ ഫീവറോ അലർജിക് റിയാക്ഷൻസോ ഒന്നുമേ ഉണ്ടായിട്ടില്ല റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ചെറിയ രീതിയിലുള്ള പനി, ഇഞ്ചക്ഷൻ സൈറ്റിലുള്ള ചെറിയൊരു പെയിന്, അതൊഴികെ അല്ലാതെ വേറൊരു വലിയ മേജർ കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ വാക്സിനേഷൻ ഇല്ല. പിന്നെ ഈ വാക്സിനേഷൻ കൊടുക്കുന്ന സെൻറ്ററുകളിലെല്ലാം തന്നെ അവർക്ക് എല്ലാ എമർജൻസി സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയതിന് ശേഷമാണ് വാക്സിനേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം എല്ലാ എമർജൻസി കാഷ്വാലിറ്റിയിലൊക്കെ അതിൻ്റെ സജ്ജീകരണം ചെയ്ത് അറേഞ്ച് ചെയ്തതിന് ശേഷമാണ് വാക്സിനേഷൻ അവർ കൊടുക്കുന്നത്. പിന്നെ ഫ്രീ ആയിട്ട് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ വാക്സിൻ ലഭ്യമാണ്. പ്രൈവറ്റ് സ്ഥാപനങ്ങളിലാണെങ്കിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം 250 രൂപ കൊടുത്ത് നിങ്ങൾക്ക് കോവിഷീൽഡ് വാക്സിനേഷൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ലഭ്യമാണ്. അപ്പം നമ്മൾ ഇനിയും ഞാൻ ഒത്തിരി സമയം കളയുന്നില്ല, നമുക്ക് നേരെ ലാപ്ടോപ്പിലേക്ക് പോകാം. ആദ്യം കോവിൻ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കുക. അപ്പം കോവിൻ വെബ്സൈറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ലാർജസ്റ്റ് വാക്സിൻ നരേന്ദ്രമോദിജിയുടെ, നമ്മുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ പടമൊക്കെ കാണാൻ പറ്റും. അവിടെ രജിസ്റ്റർ യുവർ സെൽഫ് എന്ന് പറഞ്ഞ് എഴുതി വരും. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാനാണ് അവർ പറയുന്നത്. അപ്പം മൊബൈൽ നമ്പർ നമ്മൾ പൂർണ്ണമായി ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ OTP ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിൽ ഒരു OTP വരും. ആ OTP നമ്പർ ഇതിനകത്ത് അടിച്ചു കൊടുക്കുമ്പോൾ എന്നിട്ട് നമ്മൾ വെരിഫൈ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഫോട്ടോ ID, അതായത് ഏത് ID, ആധാർ ആണോ പാൻ കാർഡാണോ, അങ്ങനെ ID സെലക്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ അടുത്ത് അടിക്കേണ്ടത് ആധാർ നമ്പറാണ്. ആധാർ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യുക. കറക്റ്റായിട്ട് നോക്കി ടൈപ്പ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ ആധാർ കാർഡിലുള്ള പേര് വ്യക്തമായിട്ട് അടിക്കുക. അതിനകത്തെ ഓപ്ഷൻസ് എല്ലാം ഇവിടെ ഫീമെയിൽ എന്ന് കൊടുത്തു. പിന്നെ എന്തെങ്കിലും ഡിസീസ് ഉണ്ടോ ഇല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടോ ഇല്ലയോ, ഏസ് ഓർ നോ, ഏസ് അടിച്ചു. അപ്പം അതിനുശേഷം പിന്നെ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. അവിടെ നമ്മൾ ഷെഡ്യൂൾഡ് അപ്പോയിൻമെൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ്, ഏത് സ്റ്റേറ്റ് ആണോ ആ സ്റ്റേറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ് കൊടുക്കുക. അല്ലെങ്കിൽ അതും അറിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ പിൻകോഡ്, ഇപ്പോൾ തിരുവല്ലയുടെ പിൻകോഡ് ഞാനിവിടെ അടിക്കാൻ പോകണം. തിരുവല്ലയുടെ പിൻകോഡ് അടിച്ചതിന് ശേഷം നമുക്ക് TMM ഹോസ്പിറ്റൽ കാണാൻ സാധിക്കും. അപ്പോൾ പെയ്ഡ് എന്നുള്ള ഓപ്ഷൻസ് എല്ലാം അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്, പെയ്ഡ് ആണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഇവിടെ ഇപ്പോൾ അപ്പോയിൻമെൻറ്റ്
അപ്പോയിൻമെൻറ്റ് കാണിക്കുന്നില്ല, നോ അപ്പോയിൻമെൻറ്റ് അവൈലബിൾ ഇൻ ദിസ് പീരീഡ്, ആ ഡേറ്റിൽ കാണിക്കുന്നില്ല. അപ്പം നമ്മൾ വേറൊരു അടുത്തൊരു പീരീഡ് എടുക്കുക, ഒരു ഡേറ്റ് എടുക്കുക, എന്നിട്ട് നമ്മുടെ സ്ലോട്ട് ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് വരിക. ബാക്ക് വന്നിട്ട് ഒന്നുകൂടെ കൺഫേം അടിക്കേണ്ടതായിട്ട് വരും. അതായത് നമ്മളിപ്പോൾ ഞാനിവിടെ ബാക്ക് ക്ലിക്ക് ചെയ്യുന്നു. ബാക്ക് വന്നിട്ട് നമ്മളൊന്നുകൂടെ വെരിഫൈ ചെയ്യുക, പേരും റെഫറൻസ് ഐ ഡി ഒക്കെ ഇങ്ങനെ വരുന്നു, ഡേറ്റ് ഒക്കെ ഒന്നുകൂടെ ചെക്ക് ചെയ്യുക, ടൈം ചെക്ക് ചെയ്യുക, എല്ലാം നമ്മുടെ സെൻറ്റർ ചെക്ക് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്നുകൂടെ വെരിഫൈ ചെയ്തതിന് ശേഷം കൺഫേം അടിക്കുക. ഇപ്പോൾ നമ്മൾ കൺഫേം അടിച്ചു. കൺഫേം അടിക്കുമ്പോൾ നമുക്ക് ഒരു അപ്പോയിൻമെൻറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അത് ഡൗൺലോഡ് ചെയ്യുക, പ്രിൻ്റ് ഔട്ട് എടുക്കുക. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നു. ഇതാണ് നമ്മുടെ ആ ഒരു റെസിപ്റ്റ്. അപ്പോൾ ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കയ്യിൽ വെക്കുക. ബുക്ക് ചെയ്ത് സെൻറ്ററിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഈ റെസിപ്റ്റും പിന്നെ നിങ്ങൾ ഏത് ഐ ഡി ആണോ യൂസ് ചെയ്ത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അതേ ഐ ഡി, അതായത് ആധാർ കാർഡ് ആണെങ്കിൽ അതേ ആധാർ കാർഡ് യൂസ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ.